സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ലോഗോസിൻ്റെ അപ്ഡേഷൻസും സ്റ്റഡി മെറ്റീരിയൽസും വാട്സാപ്പിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്താൽ വാട്സാപ്പ് ചാനലിൽ ചേർന്ന് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ലോഗോസ് വീഡിയോസിൻ്റെ അപ്ഡേഷൻസും കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ 100 പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും അത് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതിനായി ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായി 300 രൂപ അയച്ച ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കാൻ വാട്സാപ്പ് നമ്പറും അയച്ചു തന്നാൽ നിങ്ങൾക്ക് പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ലോഗോസിൻ്റെ പഠനഭാഗമായ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൻ്റെ 92 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം കേൾക്കുക, ഓപ്ഷൻസ് ശ്രദ്ധിക്കുക, അതിൽ നിന്നും ശരിയായ ഉത്തരവും തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്താൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 സാമുവേൽ അധ്യായം 2 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 24, ബി 36, സി 42, ഡി 30. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 36. 2. 1 സാമുവേൽ അധ്യായം 2 ആദ്യ തലക്കെട്ട് ഏത്? ഓപ്ഷൻസ്: എ സാമുവേലിന്റെ വരവ്, ബി ഏലിയുടെ ശിക്ഷ, സി ഹന്നായുടെ കീർത്തനം, ഡി ദൈവത്തിന്റെ വാഗ്ദാനം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഹന്നായുടെ കീർത്തനം. 3. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. എന്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ ലോകത്തിൽ, ബി ശക്തിയിൽ, സി കർത്താവിൽ, ഡി രാജാവിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൽ. 4. എൻ്റെ ശിരസ് ആരിൽ ഉയർന്നിരിക്കുന്നു എന്ന് ഹന്ന പറയുന്നത്? ഓപ്ഷൻസ്: എ ദാവീദിൽ, ബി തന്നിൽ തന്നെ, സി കർത്താവിൽ, ഡി സ്വന്തം ശക്തിയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൽ. 5. എൻ്റെ അധരം ആര് പരിഹസിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ഓപ്ഷൻസ്: എ രാജാക്കളെ, ബി സഹോദരങ്ങളെ, സി ശത്രുക്കളെ, ഡി ദുഷ്ടരെ. ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ സി ശത്രുക്കളെ. 6. ആരുടെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് ഹന്ന പറയുന്നത്? ഓപ്ഷൻസ്: എ ദാവീദിന്റെ, ബി കർത്താവിന്റെ, സി തൻ്റെ തന്നെ, ഡി അബ്രാഹത്തിന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ. 7. ആരെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് ഹന്ന പറയുന്നത്? ഓപ്ഷൻസ്: എ ദാവീദിനെ പോലെ, ബി ഏലിയെ പോലെ, സി കർത്താവിനെ പോലെ, ഡി സാമുവേലിനെ പോലെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കർത്താവിനെ പോലെ. 8ാമത്തെ ചോദ്യം: കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നതിന് ശേഷം ഹന്ന എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ കർത്താവല്ലാതെ മറ്റാരുമില്ല, ബി ദൈവം മാത്രമാണ് ശക്തി, സി നാം പരിശുദ്ധരായിരിക്കണം, ഡി എല്ലാവരും ആരാധിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവല്ലാതെ മറ്റാരുമില്ല. 9. ആരെപ്പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല എന്നാണ് ഹന്ന പറയുന്നത്? ഓപ്ഷൻസ്: എ നമ്മുടെ പിതാവിനെ പോലെ, ബി നമ്മുടെ ദൈവത്തെ പോലെ, സി നമ്മുടെ രാജാവിനെ പോലെ, ഡി നമ്മുടെ പുരോഹിതനെ പോലെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ ദൈവത്തെ പോലെ. 10. മേലിൽ എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ ഭയത്തോടെ, ബി അനുഭവത്തോടെ, സി അഹന്തയോടെ, ഡി ദയയോടെ. ഉത്തരം ഓപ്ഷൻ സി അഹന്തയോടെ. 11. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻസ്: എ ആനന്ദം, ബി ഗർവ്, സി വേദന, ഡി ഭയം. ഉത്തരം ഓപ്ഷൻ ബി ഗർവ്. 12. കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ്? ഓപ്ഷൻസ്: എ ശത്രുക്കളെ നശിപ്പിക്കുന്ന, ബി സർവജ്ഞനായ ദൈവം, സി ദയാനിധിയായ ദൈവം, ഡി വിശുദ്ധനും ശക്തിയുള്ളവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് സർവജ്ഞനായ ദൈവം. 13. അവിടുന്ന് വിലയിരുത്തുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ മനസ്സുകൾ, ബി വഴികൾ, സി പ്രവൃത്തികൾ, ഡി വാക്കുകൾ. ഉത്തരം ഓപ്ഷൻ സി പ്രവൃത്തികൾ. 14.
ആരുടെ വില്ലുകളാണ് തകരുന്നത്? ഓപ്ഷൻസ്: എ രാജാക്കന്മാരുടെ, സി വീരന്മാരുടെ, ബി വീരന്മാരുടെ, സി ദൈവശത്രുക്കളുടെ, ഡി പ്രവാചകന്മാരുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വീരന്മാരുടെ. 15 ആരാണ് ശക്തി പ്രാപിക്കുന്നത്? ഓപ്ഷൻസ്: എ ദുഷ്ടർ, ബി സമ്പന്നർ, സി ബലഹീനർ, ഡി സൈനികർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ബലഹീനർ. 16 സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ എന്തിനു വേണ്ടിയാണ് കൂലിപ്പണി ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ സമ്പാദ്യത്തിന് വേണ്ടി, ബി ആഹാരത്തിന് വേണ്ടി, സി വീടിനായി, ഡി ദൈവകൃപയ്ക്കായി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആഹാരത്തിന് വേണ്ടി. 17 ആരാണ് സംതൃപ്തി അടയുന്നത്? ഓപ്ഷൻസ്: എ സമ്പന്നർ, ബി പാപികൾ, സി വിശപ്പ് അനുഭവിച്ചിരുന്നവർ, ഡി ദുഷ്ടർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശപ്പ് അനുഭവിച്ചിരുന്നവർ. 18 7 പ്രസവിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ധനിക, ബി ദരിദ്ര, സി വന്ധ്യ, ഡി ശക്തിയുള്ളവ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വന്ധ്യ. 19 നിരാലംബയാകുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ധനികരായവർ, ബി സന്താന സമ്പത്തുള്ളവർ, സി യുദ്ധം ചെയ്തവർ, ഡി ദൈവത്തോട് വിരോധം പുലർത്തിയവർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സന്താന സമ്പത്തുള്ളവർ. 20 ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആര്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി ഏലി, സി കർത്താവ്, ഡി രാജാവ്. ഉത്തരം ഓപ്ഷൻ സി കർത്താവ്. 21 പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ കർത്താവ്, ബി ദാവീദ്, സി സാമുവൽ, ഡി ഏലി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവ്. 22 ധനികനും ദരിദ്രനുമാക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി ഏലി, സി ദാവീദ്, ഡി കർത്താവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ്. 23 താഴ്ത്തുന്നതും ഉയർത്തുന്നതും ആരാണ്? ഓപ്ഷൻസ്: എ പ്രവാചകൻ, ബി ജനങ്ങൾ, സി അവിടുന്ന് തന്നെ, ഡി രാജാക്കന്മാർ. ഉത്തരം ഓപ്ഷൻ സി അവിടുന്ന് തന്നെ. 24 ദരിദ്രനെ അവിടുന്ന് എവിടെ നിന്ന് ഉയർത്തുന്നു? ഓപ്ഷൻസ്: എ തോട്ടത്തിൽ നിന്ന്, ബി കല്ലറയിൽ നിന്ന്, സി ധൂളിയിൽ നിന്ന്, ഡി കുഴിയിൽ നിന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ധൂളിയിൽ നിന്ന്. 25 കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: എ ധനികനെ, ബി അഗതിയെ, സി വിശ്വാസിയെ, ഡി ശത്രുവിനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അഗതിയെ. 26 ദരിദ്രനെയും അഗതിയെയും ആരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു? ഓപ്ഷൻസ്: എ രാജാവിനോടൊപ്പം, രാജാക്കന്മാർക്കൊപ്പം, ബി സമ്പന്നർക്കൊപ്പം, സി പ്രഭുക്കന്മാർക്കൊപ്പം, ഡി പുരോഹിതന്മാർക്കൊപ്പം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രഭുക്കന്മാർക്കൊപ്പം. 27 ഭൂമിയുടെ അടിത്തൂണുകൾ ആരുടേതാണ്? ഓപ്ഷൻസ്: എ മനുഷ്യരുടെ, ബി ദേവദൂതരുടെ, സി സാമുവേലിന്റെ, ഡി കർത്താവിൻ്റെത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കർത്താവിൻ്റെത്. 28 എവിടെയാണ് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത്? എ ആകാശത്തിൽ, ബി സമുദ്രത്തിൽ, സി ഭൂമിയുടെ തൂണുകളിൽ, ഡി മലമുകളിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഭൂമിയുടെ അടിത്തൂണുകളിൽ. 29 ആരുടെ പാദങ്ങളാണ് അവിടുന്ന് കാക്കുന്നത്? ഓപ്ഷൻസ്: എ ദുഷ്ടരുടെ, ബി സ്വന്തം ദാസന്മാരുടെ, സി പ്രവാചകന്മാരുടെ, ഡി തൻ്റെ വിശ്വസ്തരുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തൻ്റെ വിശ്വസ്തരുടെ. 30 ആരാണ് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ വിശുദ്ധർ, ബി ദുഷ്ടന്മാർ, സി സമ്പന്നർ, ഡി അഗതികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദുഷ്ടന്മാർ. 31 സ്വന്തം ശക്തിയാൽ ആരും എന്ത് ചെയ്യുന്നില്ല? ഓപ്ഷൻസ്: എ വീണു പോകുന്നില്ല, ബി പ്രബലനാകുന്നില്ല, സി ജയിക്കുന്നില്ല, ഡി ഉയരുന്നില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രബലനാകുന്നില്ല. 33 കർത്താവ് ഛിന്നഭിന്നമാക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: എ പ്രവാചകരെ, ബി ദുഷ്ടരെ, സി പ്രതിയോഗികളെ, ഡി രാജാക്കന്മാരെ. ഉത്തരം ഓപ്ഷൻ സി പ്രതിയോഗികളെ. 33 പ്രതിയോഗികൾക്കെതിരെ ആകാശത്തിൽ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ വഴി കാട്ടുന്നു, സി കാറ്റടിക്കുന്നു, ബി കാറ്റടിക്കുന്നു, സി ഇടിമുഴക്കുന്നു, ഡി മഴ പെയ്യിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇടിമുഴക്കുന്നു. 34 ഭൂമിയെ മുഴുവൻ വിധിക്കുന്നത് ആരാണ്?
ഓപ്ഷൻസ് എ ദാവീദ്, ബി സാമുവൽ, സി മോശ, ഡി കർത്താവ്. ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ്. 35 ആർക്കാണ് അവിടെ നിന്ന് ശക്തി കൊടുക്കുന്നത്? ഓപ്ഷൻസ് എ തൻ്റെ പ്രവാചകർക്ക്, ബി തൻ്റെ രാജാവിന്, സി തൻ്റെ യജമാനന്, ഡി തൻ്റെ ദാസന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തൻ്റെ രാജാവിന്. 36 തൻ്റെ അഭിഷിക്തന്റെ എന്താണ് അവിടെ നിന്ന് ഉയർത്തുന്നത്? ഓപ്ഷൻസ് എ ധനസമ്പത്ത്, ബി ശിരസ്, സി വാക്ക്, ഡി കരങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബി ശിരസ്. 37 റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയത് ആരാണ്? ഓപ്ഷൻസ് എ സാമുവൽ, ബി ഏലി, സി അന്ന, ഡി എൽക്കാന. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എൽക്കാന. ആരാണ് ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഓപ്ഷൻസ് എ ദാവീദ്, ബി യേശുവ, സി ബാലനായ സാമുവൽ, ഡി ഏലിസ. ഉത്തരം ഓപ്ഷൻ സി ബാലനായ സാമുവൽ. 39 1 സാമുവൽ 2 രണ്ടാമത്തെ തലക്കെട്ട് എന്താണ്? ഓപ്ഷൻസ് എ ഹന്നായുടെ പ്രാർത്ഥന, ബി ദൈവത്തിന്റെ പ്രത്യാക്രമം, സി ഏലിയുടെ പുത്രന്മാർ, ഡി സാമുവലിന്റെ ജനനം. ഉത്തരം ഓപ്ഷൻ സി ഏലിയുടെ പുത്രന്മാർ. 40 ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ് എ സാമുവലിനെ കുറിച്ച്, ബി ഏലിയുടെ പുത്രന്മാരെ, സി ഹന്നായെ, ഡി മോശയെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏലിയുടെ പുത്രന്മാരെ. 41 പുരോഹിതന്മാർക്ക് വിഹിതം ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ്? ഓപ്ഷൻസ് എ രാജാക്കന്മാരിൽ നിന്ന്, ബി ജനങ്ങളിൽ നിന്ന്, സി ദേവദൂതരിൽ നിന്ന്, ഡി പ്രവാചകന്മാരിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങളിൽ നിന്ന്. 42 ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ ആരിൽ നിന്ന് പുരോഹിതന് വേണ്ടി എടുത്തിരുന്നത് ആരാണ്? ഓപ്ഷൻസ് എ പുരോഹിതൻ തന്നെ, ബി പുരോഹിതന്റെ ദാസൻ, സി ബലിയർപ്പിക്കുന്നവൻ, ഡി രാജാവ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് പുരോഹിതന്റെ ദാസൻ. 43 എന്തുകൊണ്ടാണ് പുരോഹിതന്റെ ദാസൻ ബലിയർപ്പിച്ച മാംസത്തിൽ നിന്ന് എടുത്തിരുന്നത്? ഓപ്ഷൻസ് എ ഉണക്ക കമ്പ് കൊണ്ട്, ബി കത്തുവാള് കൊണ്ട്, സി മുപ്പല്ലി കൊണ്ട്, ഡി കത്തി കൊണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുപ്പല്ലി കൊണ്ട്. 44 ഷീലോയിൽ നിന്ന് വരുന്ന ആരോടാണ് അവർ ഇപ്രകാരം ചെയ്തിരുന്നത്? ഓപ്ഷൻസ് എ ലേവർക്കൊക്കെ, ബി ഇസ്രായേൽ മക്കളോട്, സി പുരോഹിതന്മാരോട്, ഡി ഫിലിസ്തീനോട്. ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ മക്കളോട്. 45 പച്ച മാംസം മാത്രം സ്വീകരിക്കുന്ന വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻസ് എ യജമാനൻ, ബി പുരോഹിതൻ, സി ദാസൻ, ഡി ബലിയർപ്പിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതൻ. 46 മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് ആരോടാണ് പുരോഹിതന്റെ ദാസൻ മാംസം ആവശ്യപ്പെട്ടത്? ഓപ്ഷൻസ് എ സാമുവേലിനോട്, ബി ഏലിയോട്, സി ബലിയർപ്പിക്കുന്നവനോട്, ഡി ജനങ്ങളോട്. ഉത്തരം ഓപ്ഷൻ സി ബലിയർപ്പിക്കുന്നവനോട്. 47 ആദ്യം എന്താണ് ദഹിപ്പിക്കേണ്ടതെന്ന് ബലിയർപ്പിക്കുന്നവൻ പറയുക? ഓപ്ഷൻസ് എ ഇരുമ്പ് കത്തി, ബി മേധസ്, സി കുറിയാടിന്റെ തല, ഡി കോലാടിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മേധസ്. 48 പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കും എന്ന് ആരാണ് പറയുക? ഓപ്ഷൻസ് എ പുരോഹിതൻ, ബി സാമുവൽ, സി പുരോഹിതന്റെ ദാസൻ, ഡി കർത്താവിനോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുരോഹിതന്റെ ദാസൻ. 49 ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? ഓപ്ഷൻസ് എ ഹന്നായുടെ, ബി ഏലിയുടെ, സി ഏലിയുടെ പുത്രന്മാരുടെ, ഡി സാമുവേലിന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഏലിയുടെ പുത്രന്മാരുടെ. 50 ഏലിയുടെ പുത്രന്മാർ ഏത് പാപം ചെയ്തിരുന്നു? ഓപ്ഷൻസ് എ അന്യദേവന്മാരെ ആരാധിച്ചു, ബി അശുദ്ധമായ മാംസം കഴിച്ചു, സി അശ്രദ്ധയോടെ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചു, ഡി ദൈവം പറഞ്ഞ വചനത്തെ മറന്നു. ഉത്തരം ഓപ്ഷൻ സി അശ്രദ്ധയോടെ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചു. 51 ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഓപ്ഷൻസ് എ ഏലിയോട്, ബി കർത്താവിനോട്, സി ജനങ്ങളോട്, ഡി തൻ്റെ അമ്മയോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്.
52 എന്ത് വസ്ത്രമാണ് ബാലനായ സാമുവൽ ധരിച്ചിരുന്നത്? ഓപ്ഷൻസ് എ തോൽ വസ്ത്രം, ബി ചർമ്മവസ്ത്രം, സി ചണനൂൽ കൊണ്ടുള്ള എഫോദ്, ഡി സുന്ദരമായ പട്ടുടുപ്പ്. ഉത്തരം ഓപ്ഷൻ സി ചണനൂൽ കൊണ്ടുള്ള എഫോദ്. 53 ബലിയർപ്പിക്കാൻ പോകുമ്പോൾ സാമുവലിന്റെ അമ്മാവന് എന്താണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്? ഓപ്ഷൻസ് എ ഒരു നാണയം, ബി ചെറിയ ഉടുപ്പ്, സി പുതുവസ്ത്രം, ഡി കമ്പിളി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചെറിയ ഉടുപ്പ്. 54 കർത്താവിന് സമർപ്പിച്ച കുട്ടി എന്ന വിശേഷണം ആരെക്കുറിച്ച് പറയപ്പെടുന്നു? ഓപ്ഷൻസ് എ ഏലിയുടെ പുത്രന്മാർ, ബി ഹന്നയുടെ പുത്രി, സി സാമുവൽ, ഡി ദാവീദ്. ഉത്തരം ഓപ്ഷൻ സി സാമുവൽ. 55 വേറെ സന്താനങ്ങൾ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയും അനുഗ്രഹിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ സാമുവൽ, ബി ദാവീദ്, സി ഏലി, ഡി ഹന്ന. ഉത്തരം ഓപ്ഷൻ സി ഏലി. 56 കർത്താവ് ആരെയാണ് കടാക്ഷിച്ചത്? ഓപ്ഷൻസ് എ എൽക്കാന, ബി ഹന്ന, സി സാമുവൽ, ഡി ഏലിയുടെ പുത്രന്മാർ. ശരിയായ ഉത്തരം ബി ഓപ്ഷൻ ബി ഹന്ന. 57 സാമുവലിന് കൂടാതെ എത്ര പുത്രന്മാരെയും പുത്രിമാരെയും ഹന്ന പ്രസവിച്ചു? ഓപ്ഷൻസ് എ 3 പുത്രിമാർ, ബി 3 പുത്രന്മാരും 3 പുത്രിമാരും, സി 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും, ഡി 2 പുത്രന്മാരെയും 2 പുത്രിമാരെയും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും. 58 ബാലനായ സാമുവൽ ആരുടെ സന്നിധിയിലാണ് വളർന്നു വന്നത്? ഓപ്ഷൻസ് എ സാമുവലിന്റെ പിതാവിന്റെ, ബി ഏലിയുടെ വീട്ടിൽ, സി കർത്താവിന്റെ സന്നിധിയിൽ, ഡി രാജകോടതിയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ സന്നിധിയിൽ. 59 ആര് ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം ഏലി കേട്ടത്? ഓപ്ഷൻസ് എ സാമുവൽ, ബി ഹന്ന, സി തന്റെ പുത്രന്മാർ, ഡി ജനങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്റെ പുത്രന്മാർ. 60 സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോട് കൂടെ ശയിച്ചിരുന്നത് ആരാണ്? ഓപ്ഷൻസ് എ ഏലിയുടെ പുത്രന്മാർ, ബി സാമുവൽ, ഡി ദാവീദ്, സി ദാവീദ്, ഡി ലേവ്യർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഏലിയുടെ പുത്രന്മാർ. 61 താൻ എന്ത് കേൾക്കുന്നു എന്നാണ് ഏലി പുത്രന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ നിന്റെ പ്രവൃത്തികളെക്കുറിച്ച്, ബി നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി, സി നിങ്ങളുടെ ബലിയർപ്പണത്തെക്കുറിച്ച്, ഡി നിങ്ങളുടെ പ്രാർത്ഥനകളെക്കുറിച്ച്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി. 62 മക്കളെ മേലാൽ അങ്ങനെ ചെയ്യരുത് എന്ന് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ് എ സാമുവൽ ദാവീദിനോട്, ബി ഏലി തന്റെ പുത്രന്മാരോട്, സി ദൈവം മോശയോട്, ഡി ഹന്ന സാത്താനോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏലി തന്റെ പുത്രന്മാരോട്. 63 നിങ്ങളെപ്പറ്റി ആര് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ നന്നല്ല എന്നാണ് ഏലി മക്കളോട് പറഞ്ഞത്? ഓപ്ഷൻസ് പുരോഹിതർ, ബി ദൈവദൂതർ, സി ദൈവജനം, ഡി രാജാക്കന്മാർ. ഉത്തരം ഓപ്ഷൻ സി ദൈവജനം. 64 മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആരാണ് അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്? ഓപ്ഷൻസ് എ പിതാവ്, ബി ദൈവം, സി പുരോഹിതൻ, ഡി പ്രവാചകൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദൈവം. 65 പൂരിപ്പിക്കുക. ഡാഷ് പാപം ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കും? ഓപ്ഷൻസ് എ മനുഷ്യരോട്, ബി ദൈവദൂതന്മാരോട്, സി കർത്താവിനോട്, ഡി പുഷ്ടരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിനോട്. 66 ഏലിയുടെ മക്കളെ നശിപ്പിക്കാൻ ആരാണ് നിശ്ചയിച്ചിരുന്നത്? ഓപ്ഷൻസ് എ സാമുവൽ, ബി ദൈവം, സി ഔന്നിത്യമുള്ളവർ, ഡി അവരുടെയും ശത്രുക്കൾ. ഉത്തരം ഓപ്ഷൻ ബി ദൈവം. 67 ബാലനായ സാമുവൽ ആരുടെയെല്ലാം പ്രീതിയിലാണ് വളർന്നു വന്നത്? എ രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും, ബി ഏലിയുടെയും ജനങ്ങളുടെയും, സി കർത്താവിന്റെയും മനുഷ്യരുടെയും, ഡി ദൈവദൂതന്മാരുടെയും പിതാക്കന്മാരുടെയും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിന്റെയും മനുഷ്യരുടെയും. 68 കർത്താവ് അയച്ച ഒരാൾ ആരുടെ അടുക്കലാണ് വന്നത്? ഓപ്ഷൻസ് എ സാമുവലിന്റെ, ബി ഹന്നയുടെ, സി ഏലിയുടെ, ഡി ദാവീദിന്റെ. ഉത്തരം ഓപ്ഷൻ സി ഏലിയുടെ. 69
ഫറവോയുടെ ഭവനം എവിടെയാണ്? ഓപ്ഷൻസ്: എ ഈജിപ്തിൽ, ബി ജെറുസലേമിൽ, സി നിനവേയിൽ, ഡി മോവാബിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഈജിപ്തിൽ. 70. എപ്പോഴാണ് കർത്താവ് ഏലിയുടെ പിതാവിന്റെ കുടുംബത്തിന് തന്നെ വെളിപ്പെടുത്തിയത്? ഓപ്ഷൻസ്: എ യുദ്ധത്തിന് മുമ്പ്, ബി പ്രാർത്ഥനയ്ക്കിടയിൽ, സി ഫറവോയുടെ ഭവനത്തിൽ അടിമകളായിരിക്കുമ്പോൾ, ഡി ബലിക്കാഴ്ചകൾക്ക് ശേഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫറവോയുടെ ഭവനത്തിൽ അടിമകൾ ആയിരിക്കുമ്പോൾ. 71. തന്റെ മുമ്പിൽ എഫോദ് ധരിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഓപ്ഷൻസ്: എ ദാവീദിനെ, ബി മോശയെ, സി ഏലിയുടെ പിതാവിനെ, ഡി സാമുവേലിനെ. ഉത്തരം ഓപ്ഷൻ സി ഏലിയുടെ പിതാവിന്. 72. എവിടെ നിന്നാണ് തന്റെ പുരോഹിതനായി ഏലിയുടെ പിതാവിനെ തിരഞ്ഞെടുത്തത്? ഓപ്ഷൻസ്: എ യൂദായിൽ നിന്ന്, ബി ഇസ്രായേലിന്റെ എല്ലാ ഗോത്രത്തിൽ നിന്ന്, സി ദാനിൽ നിന്ന്, ഡി ജെറുസലേമിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിന്റെ എല്ലാ ഗോത്രത്തിൽ നിന്ന്. 73. ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം ആർക്കാണ് കൊടുത്തത് എന്ന് കർത്താവ് ഏലിയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ രാജാവിന്, ബി പുരോഹിതന്മാർക്ക്, സി നിന്റെ പിതൃഭവനത്തിന്, ഡി അഹ്റോന്റെ കുടുംബത്തിന്. ഉത്തരം ഓപ്ഷൻ സി നിന്റെ പിതൃഭവനത്തിന്. 74. പൂരിപ്പിക്കുക. എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ഡാഷ് നീ ആർത്തിയോടെ നോക്കുന്നത്. ഓപ്ഷൻസ്: എ പണവും സ്വർണവും, ബി ബലികളെയും കാഴ്ചകളും, സി ഭദ്രശീലയും വസ്ത്രവും, ഡി സംഗീത വിനോദം. ഉത്തരം ഓപ്ഷൻ ബി ബലികളും കാഴ്ചകളും. 75. നിങ്ങൾ എന്ത് തിന്നു കൊഴുത്തു എന്നാണ് കർത്താവ് ഏലിയോട് പറയുന്നത്? ഓപ്ഷൻസ്: എ ആട്ടിറച്ചി, സി ജനങ്ങളുടെ ഉത്സവ ഭക്ഷണം, സി ബലികളുടെ വിശിഷ്ട ഭാഗം, സി ഡി ആനന്ദ പാനീയം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബലികളുടെ വിശിഷ്ട ഭാഗം. 76. എന്നേക്കാൾ കൂടുതൽ നീ ആരെ ബഹുമാനിക്കുന്നെന്ന് കർത്താവ് ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൈവദൂതരെ, ബി നിന്റെ മക്കളെ, സി ഇസ്രായേലിനെ, ഡി തന്റെ പുരോഹിതനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിന്റെ മക്കളെ. 77. ആരൊക്കെ നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യും എന്നായിരുന്നു കർത്താവിന്റെ വാഗ്ദാനം? ഓപ്ഷൻസ്: എ ലേവ്യരുടെ ഗോത്രം, ബി ദാവീദിന്റെ സന്തതി, സി നിന്റെയും നിന്റെ പിതാവിന്റെയും കുടുംബം, ഡി അഹ്റോന്റെ സന്തതികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിന്റെയും നിന്റെ പിതാവിന്റെയും കുടുംബം. 78. എന്നെ ആദരിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത്? ഓപ്ഷൻസ്: എ ശിക്ഷിക്കും, ബി അനുഗ്രഹിക്കും, സി ഞാനും ആദരിക്കും, ഡി വിചാരണ ചെയ്യും. ഉത്തരം ഓപ്ഷൻ സി ഞാനും ആദരിക്കും. 79. എന്നെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്? ഓപ്ഷൻസ്: എ നിന്ദിക്കപ്പെടും, ബി തിരിച്ചു വിളിക്കപ്പെടും, സി മരണപ്പെടും, ഡി അപമാനിക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ എ നിന്ദിക്കപ്പെടും. 80. എന്തിനിടയാകാതെ നിന്റെയും നിന്റെ പിതൃകുടുംബത്തിന്റെയും ശക്തി ക്ഷയിപ്പിക്കുമെന്നാണ് കർത്താവിന്റെ പ്രസ്താവന? ഓപ്ഷൻസ്: എ അധികാരം നേടാൻ, ബി വാർദ്ധക്യത്തിലെത്താൻ, സി ക്ഷേത്രത്തിൽ സേവിക്കാൻ, ഡി സ്വർഗം നേടാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് വാർദ്ധക്യത്തിലെത്താൻ. 81. ഏലിയുടെയും പിതൃകുടുംബത്തിന്റെയും എന്താണ് ക്ഷയിപ്പിക്കപ്പെട്ടതെന്ന് കർത്താവ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ കൈകൾ, ബി സന്തോഷവും സമാധാനവും, സി ശക്തി, ഡി ധനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശക്തി. 82. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ എങ്ങനെയാകും? ഓപ്ഷൻസ്: എ സന്തോഷമുള്ളവർ, ബി സ്നേഹപൂർവമായും സമാധാനഘനവുമായും, സി അസ്വസ്ഥരും അസൂയാലുക്കളും, ഡി കരുണാലുക്കളായി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അസ്വസ്ഥരും അസൂയാലുക്കളും. 83. നിന്റെ കുടുംബത്തിൽ ആരും എന്തായി ഉണ്ടാകില്ല എന്നാണ് കർത്താവ് പറയുന്നത്? ഓപ്ഷൻസ്: എ പുരോഹിതന്മാരായി, ബി ഭരണാധികാരിയായി, സി പ്രായം ചെന്നവരായി, ഡി രാജാക്കന്മാരായി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രായം ചെന്നവരായി. 84. എന്തുകൊണ്ട് അവന്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും? ഓപ്ഷൻസ്: എ ദുരിതത്തിൽ, ബി കണ്ണുനീര് കൊണ്ട്, സി മരണത്തിന് മുമ്പിൽ, ഡി കർത്താവിന്റെ വിധിയാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കണ്ണുനീര് കൊണ്ട്. 85. നിന്റെ സന്താനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശത്രുക്കളുടെ അടിമകളാകും, ബി വാളിനിരയാകും,
സി പുരോഹിതന്മാരാകും, ഡി രാജവംശീകരാകും. ഓപ്ഷൻസ് ബി. ഉത്തരം ബി ആണ്, വാളിനിരയാകും. 86 ഒരേ ദിവസം തന്നെ ആരാണ് മരിക്കുക? ഓപ്ഷൻസ് എ സാമുവേലും ദാവീദും, ബി ഏലിയും സാമുവേലും, സി ഓഫ്നിയും ഫിനെഹാസും, ഡി ദാവീദും സാമുവേലും. ഉത്തരം ഓപ്ഷൻ സി ഹോഫ്നിയും ഫിനെഹാസും. 87 എനിക്ക് വേണ്ടി ആരെയാണ് ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് കർത്താവ് ഏലിയോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ സാമുവേലിനെ, ബി ദാവീദിനെ, സി വിശ്വസ്തനായ പുരോഹിതനെ, ഡി അഹറോന്റെ പുത്രനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശ്വസ്തനായ ഒരു പുരോഹിതനെ. 88 തിരഞ്ഞെടുത്ത വിശ്വസ്തനായ പുരോഹിതൻ എങ്ങനെ പ്രവർത്തിക്കും? ഓപ്ഷൻസ് എ ജനങ്ങളുടെ ഇഷ്ടാനുസരണം, ബി ദൈവദൂതരുടെ നിർദ്ദേശപ്രകാരം, സി തന്റെ ഹൃദയാഭിലാഷം അനുസരിച്ച്, ഡി ഔന്നത്യത്തെ അനുഗ്രഹിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി എന്റെ ഹൃദയാഭിലാഷം അനുസരിച്ച്. 89 തിരഞ്ഞെടുത്ത വിശ്വസ്തനായ പുരോഹിതന്റെ എന്ത് ഞാൻ നിലനിർത്തും? ഓപ്ഷൻസ് എ രാജ്യം, ബി മന്ദിരം, സി കുടുംബം, ഡി അധികാരം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കുടുംബം. 90 തിരഞ്ഞെടുത്ത വിശ്വസ്തനായ പുരോഹിതൻ എവിടെ നിത്യവും ശുശ്രൂഷ ചെയ്യും? ഓപ്ഷൻസ് എ മന്ദിരത്തിൽ, സി സീനയിൽ, ബി സീനയിൽ, സി തന്റെ അഭിഷക്തന്റെ സന്നിധിയിൽ, ഡി വിശുദ്ധ പർവ്വതത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്റെ അഭിഷിക്തന്റെ സന്നിധിയിൽ. 91 വിശ്വസ്തനായ പുരോഹിതനോട് കുടുംബത്തിൽ അവശേഷിക്കുന്നവർ എന്തിനു വേണ്ടി യാചിക്കും? ഓപ്ഷൻസ് എ ഒരു വസ്ത്രത്തിനും ഭക്ഷണത്തിനും, ബി ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി, സി ഒരു ആടിനും ഒരു പശുവിനും, ഡി ഒരു വീടിനും ഭൂമിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി. 92 എന്ത് ലഭിക്കുന്നതിനാണ് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമെന്ന് യാചിക്കുക? ഓപ്ഷൻസ് എ ഒരു പുതിയ വസ്ത്രം ലഭിക്കാൻ, ബി ഒരു കഷ്ണം അപ്പം ലഭിക്കാൻ, സി വിശാലമായ സ്വത്വം നേടാൻ, ഡി ഒരു പുരോഹിത പരിശീലനം നേടാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒരു കഷ്ണം അപ്പം ലഭിക്കാനായി.